ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസം ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെല്ലുവിളിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു, അടുത്ത വർഷം ബദറിൽ വെച്ച് വീണ്ടും നമുക്ക് സമ്മേളിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാനോട് തിരിച്ച് അങ്ങോട്ടും പറഞ്ഞു, നമുക്ക് ബദറിൽ വെച്ച് കാണാം. ഹിജ്റ 4-ാം വർഷം അബൂ സുഫിയാൻ നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ആളെ 20 ഒട്ടകങ്ങളുമായി മദീനയിലേക്ക് പറഞ്ഞയച്ചു. മുഹമ്മദിന്റെ അടുക്കൽ പോയി പറയണം, അബൂ സുഫിയാന്റെ സൈന്യം വൻ സൈന്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി അബൂ സുഫിയാന്റെ സൈന്യത്തെ പുകഴ്ത്തി പറയുകയും മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഭീതി ഇട്ടുകൊടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു അബൂ സുഫിയാന്റെ ലക്ഷ്യം. നുഐം ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് അബൂ സുഫിയാന്റെ സൈന്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 സ്വഹാബികളുമായി ബദറിലേക്ക് നീങ്ങി. ഇതേ സമയം അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് 2000 പടയാളികളുമായി മജന്ന എന്ന് പറയുന്ന മക്കയുടെ സമീപത്തുള്ള ഒരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. മജന്നയിൽ അബൂ സുഫിയാനും സംഘവും തമ്പടിക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ വിവരം ലഭിച്ചു, മുഹമ്മദും 1500 സ്വഹാബികളും ബദറിൽ യുദ്ധത്തിന് തയ്യാറായി ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന്. ഇതറിഞ്ഞ അബൂ സുഫിയാൻ തന്റെ അനുയായികളോട് പറഞ്ഞു, മദീനയിലേക്ക് നമ്മുടെ യാത്ര ഒരിക്കലും സുരക്ഷിതത്വമുള്ളതല്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് മക്കയിലേക്ക് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ 8 ദിവസം താമസിച്ചു. ആ സമയത്ത് യുദ്ധം നടന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ കച്ചവടം ചെയ്യാൻ വേണ്ടി കച്ചവട ചരക്കുകളും അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും എടുത്തിട്ടുണ്ടായിരുന്നു. ബദറിൽ 8 ദിവസം കച്ചവടം നടത്തി നല്ലൊരു ലാഭവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് തിരിച്ചുപോയി. ഈ മുന്നേറ്റത്തെ ഇസ്ലാമിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് 2-ാം ബദർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മദീനയിൽ സന്ധിയിൽ ഏർപ്പെട്ട വിഭാഗമായിരുന്നു ബനു നുളൈർ ഗോത്രക്കാർ. പക്ഷേ അവർ അവരുടെ കരാർ ലംഘിച്ചു. അഥവാ ഖുറൈശികളും അത്ഫാൻ ഗോത്രക്കാരും ഖൈബറിൽ ഇറങ്ങിയപ്പോൾ അവരെ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ബനു നുളൈർ ഗോത്രക്കാർ പ്രേരിപ്പിക്കുകയാണ്. അത് വലിയൊരു സംഘമായിരുന്നു. ബനു നുളൈർ ഗോത്രക്കാരും അത്ഫാൻ ഗോത്രക്കാരും ഖുറൈശികളും ഒരുമിച്ച് കൂടിയപ്പോൾ 10,000-ഓളം വരുന്ന വലിയ സംഘമായി മാറി. അവരെ പ്രതിരോധിക്കാൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തുൽ കിറാമുമായി മുഷാവറ നടത്തി, ഡിസ്കഷൻ നടത്തി, എന്താണ് അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം. അവസാനം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത അത്ര വലിയൊരു സൈന്യം രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ കിടങ്ങ് കീറി അവരിൽ നിന്ന് അഭയം തേടുന്ന ഒരു ശൈലിയുണ്ട്, അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ അഭിപ്രായം വലിയ ഇഷ്ടമായി. അള്ളാഹുവിന്റെ റസൂല് മദീനയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കൃത്യമായി വരച്ചു കൊടുത്തു കിടങ്ങ് കീറേണ്ട ഭാഗം. 40 മുഴം 10 സഹാബികൾക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മദീനയിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറേ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു കിടങ്ങ്, അഥവാ 5.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ കിടങ്ങിന്റെ ദൂരം. 4.5 മീറ്റർ വീതി ഉണ്ടായിരുന്നു ആ കിടങ്ങിന്. അഥവാ ഒരു കുതിര അവിടെ നിന്ന് ചാടിയാൽ ഇപ്പുറത്തേക്ക് വരാത്ത അത്ര വീതിയിലാണ് കിടങ്ങുണ്ടാക്കിയത്. മാത്രമല്ല, അതിലേക്ക് ആരെങ്കിലും എടുത്തു ചാടാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ കര കയറാൻ പറ്റാത്ത രീതിയിൽ 3.5 മുഴം താഴ്ചയുണ്ടായിരുന്നു ആ കിടങ്ങിന്. ഖന്തക്കിന്റെ നിർമ്മാണത്തിൽ എല്ലാ സ്വഹാബികളും സജീവമായി പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുന്നിൽ നിന്ന് നയിച്ചു. ശക്തമായ പട്ടിണിയുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന്. ചരിത്രങ്ങളിൽ കാണാം, കുനിയാൻ കഴിയാത്തതിന്റെ പേരിൽ വയറിൽ കല്ല് കെട്ടിവെച്ചിട്ടാണ് സഹാബത്തുൽ കിറാം ഖന്തക്ക് കിടങ്ങ് കീറിയത്. പക്ഷേ അതീവ സന്തോഷത്തോടെയും അതീവ ആഹ്ലാദത്തോടെയുമായിരുന്നു അവർ പണിയെടുത്തിരുന്നത് എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്തക്കിന്റെ കിടങ്ങ് കീറുന്ന സമയത്ത് പാടിയ പാട്ടുകൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. അതിനു മറുപടിയായി സ്വഹാബത്തുൽ കിറാം പാടിയ ഈരടികളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. 6 ദിവസമെടുത്തു ഖന്തക്കിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ. 10,000-ഓളം വരുന്ന ശത്രു സൈന്യം മലയുടെ മുകളിൽ കയറി താഴേക്ക് നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു യുദ്ധതന്ത്രം അവർക്ക് തീരെ പരിചയമില്ലായിരുന്നു. അവർ അന്താളിച്ച് നിന്നുപോയി. മറ്റു പ്രദേശത്തോടെ മദീനയിലേക്ക് കടക്കാൻ വലിയ പ്രയാസമാണ്. കാരണം കെട്ടിടങ്ങളും ഈത്തപ്പനത്തോട്ടങ്ങളുമാണ്.
മദീനയിലേക്ക് കടക്കാൻ പറ്റുന്ന പ്രദേശം മുഴുവനും കിടങ്ങ് കുഴിച്ച് മുസ്ലിമീങ്ങൾ അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 3000-ഓളം വരുന്ന സ്വഹാബികളും സൽഅ എന്ന് പറയുന്ന കുന്നിന്റെ മുകളിൽ തമ്പടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ അതിസുരക്ഷിതമായ ഖൈമകളിലേക്ക് മാറ്റി. ഖന്തക്ക് കണ്ട മക്ക മുശ്രിക്കീങ്ങളിൽ നിന്ന് കുറെ ആളുകൾ പിരിഞ്ഞുപോയി. പക്ഷേ വലിയൊരു വിഭാഗം ഖന്തക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചു. ചിലരൊക്കെ ഇപ്പുറത്തേക്ക് കടക്കുകയും ചില ആളുകൾ ഖന്തക്കിൽ വീണ് മരണപ്പെടുകയും ചെയ്തു. മറ്റു പല വഴികളിലൂടെയും കുറെ ആളുകൾ മദീനയിലേക്ക് നുരഞ്ഞു കയറി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രതിസന്ധിയിലായി. ശക്തമായ യുദ്ധം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസ്ർ നിസ്കാരം പോലും നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്തു, മലഅല്ലാഹു അലൈഹിം ബുയൂതഹും വഖുബൂറഹും നാറ. അള്ളാഹുവേ, അവരുടെ വീടുകളും ഖബറുകളും നീ തീ കൊണ്ട് നിറയ്ക്കണേ എന്ന്. മദീനയുടെ താഴ്ഭാഗത്ത് നിന്ന് ബനൂ ഖുറൈള ഗോത്രക്കാരും മദീനയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഖുറൈശികളും അത്ഫാൻ ഗോത്രക്കാരും ഇസ്ലാമിനെതിരെ ശക്തമായ യുദ്ധം അഴിച്ചുവിട്ടു. അള്ളാഹുവിന്റെ റസൂല് വലിയ പ്രതിസന്ധിയിലായി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മദീനക്കാരായ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ വിളിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഡിസ്കഷൻ പോലും നടത്തി. നമ്മുടെ ഈത്തപ്പന തോട്ടങ്ങളുടെ 1/3 ഇവർക്ക് നാം നൽകിയേക്കാം എന്ന് പറഞ്ഞ് സന്ധിയിൽ ഏർപ്പെട്ടാലോ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഔസ് ഖസ്റജ് ഗോത്രക്കാർ അഥവാ അൻസാരികളായ സ്വഹാബികൾ പറഞ്ഞ മറുപടി, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളുകൾക്ക് നമ്മുടെ സമ്പത്തിന്റെ ആദായം നൽകുകയോ, അള്ളാഹുവിന്റെ റസൂലെ അടർക്കളത്തിൽ മരിക്കുവോളം ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അൻസാരികളായ സഹാബത്ത് രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തുൽ കിറാമിന് ഒരു പ്രത്യേക ദുആ ആ യുദ്ധത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന. അള്ളാഹുവെ, ഞങ്ങളുടെ നഗ്നത നീ മറക്കണേ, ഞങ്ങൾക്ക് നീ നിർഭയത്വം തരണേ. അള്ളാഹുവിന്റെ റസൂലും ആകാശത്തേക്ക് കൈ ഉയർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹസ്സിം അഹ്സാബന. അള്ളാഹുവെ, ഞങ്ങളുടെ ശത്രുക്കളെ മദീനയിൽ നിന്ന് നീ തുരത്തണേ. അസ്സലാഹു ദുആഉൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. നല്ല തണുപ്പുള്ള രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായൊരു തണുത്ത കാറ്റടിപ്പിച്ചു. അവരുടെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. ശക്തമായ ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. അതോടെ ബനൂ ഖുറൈള ഗോത്രക്കാര് യുദ്ധം അവസാനിച്ചു. റസൂലുള്ളാഹി തങ്ങളോട് മാപ്പപേക്ഷിച്ചു. അത്ഫാൻ ഗോത്രക്കാര് അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അബൂ സുഫിയാൻ തന്റെ അനുയായികളെ വിളിച്ചു പറഞ്ഞു, ഇനി നമുക്കിവിടെ കാലുറച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്, നിങ്ങളും എൻ്റെ കൂടെ പോരൂ എന്ന്. അതോടുകൂടെ ഖന്തഖ് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്.